ഞാൻ അഡ്വക്കേറ്റ് പോൾ പി ജേക്കബ്. കൂടാതെ ഞാൻ ഭയങ്കര ഒരു ഭക്ഷണപ്രേമി കൂടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്തിനാ വന്നതെന്ന് വെച്ചാൽ എനിക്ക് പപ്പടം കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. പപ്പടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിലൊന്ന്. അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പപ്പടത്തിനകത്ത് മായം ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗ്ഗവും ഇല്ല എന്നുള്ളത്. അല്ലെ നമുക്ക് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാം, അതൊക്കെ നമ്മളെ കൊണ്ടൊന്നും പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് ഒരു ടെക്നോളജി കണ്ടെത്തി, ഒരു പപ്പടത്തിനകത്ത് മായം ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട്. അതായത് വെറും പച്ചവെള്ളവും പപ്പടവും മാത്രം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരീക്ഷണം. ആ സംഭവം എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതാ ടെക്നോളജി എന്ന് പറയാം, വളരെ സിമ്പിളായൊരു സാധനമാണ്. നമ്മൾ ആദ്യം പപ്പടം എടുക്കുക, വെറുതെ ഒരു ഗ്ലാസ് ടംബ്ലറിനകത്ത് ഇടുക. എന്നിട്ട് ഒരു കെറ്റിൽ നിറയെ വെള്ളം എടുക്കുക. ഈ വെള്ളം ഈ പപ്പടം മുങ്ങുന്ന അത്രയും ഒഴിച്ചു കൊടുക്കുക പപ്പടത്തിന് മുകളിലൂടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പപ്പടം വ്യാജനാണോ അല്ലയോ എന്നറിയേണ്ടതിന്റെ കാര്യം. ഒറ്റ പപ്പടം എടുത്തിട്ടാൽ മതി, എല്ലാ പപ്പടം കൂടെ എടുത്ത് വെള്ളത്തിലിടരുത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഈ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ പപ്പടം മുക്കിയിട്ടിട്ട് ഇനി നമ്മൾ പപ്പടത്തിന്റെ മായമുള്ള പപ്പടം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് 5 മിനിറ്റ് മുക്കി വെച്ച പപ്പടം ഇതാ ഇങ്ങനെ കൈകൊണ്ട് എടുത്തു നോക്കും. എടുത്തു നോക്കുമ്പം ഒരു വികാരവും ഇല്ലാത്ത ഇങ്ങനത്തെ പപ്പടങ്ങളുണ്ടല്ലോ, ഇതൊക്കെയാണ് വ്യാജ പപ്പടം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതാ ഈ പപ്പടം കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്, പക്ഷെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അങ്ങനെ തന്നെ കിടക്കണം. ഇതാ അടുത്ത പപ്പടം എടുത്തു നോക്കാം, കയ്യിൽ എടുക്കാൻ പോലും പറ്റില്ല. കണ്ടോ, ഇതാണ് വ്യാജനെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. അതായത് അലുത്തു പോകാത്ത, എന്ത് ചെയ്താലും പ്ലാസ്റ്റിക് പോലെ കിടക്കുന്ന പപ്പടമാണ് വ്യാജം. ഒരു സംശയം വേണ്ടത്. ഈ പപ്പടം കണ്ടില്ല, അതമ്മ ഈ പപ്പടം കണ്ടു, മാവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് അലുത്തു പോകും. നമ്മളുടെയൊക്കെ വീട്ടിലെ കൊച്ചു പിള്ളേരൊക്കെ ഓടി വന്ന് പപ്പടം വറുത്തെടുത്തുകൊണ്ട് പോയി കഴിക്കുന്നതാണ്. അപ്പം ഇങ്ങനത്തെ വ്യാജ പപ്പടം ഉണ്ടാക്കുന്നവന്മാർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പൊതുജനം തീരുമാനിച്ചാൽ മതി. ഇതാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടെത്താൻ പറ്റുന്ന മാർഗം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.